Blessing today. ದೈವತಿನ ಕಾರ್ಯಕ್ಕೆ ಬೆಚ್ಚಗಾಂಜು ಯಾಕೆ ನೆಲ್ಲ ಪೂರ್ಣമായ ഒരു സൗഖ്യಕ್ಕೆ ತಂದೆ ದೈವತಿನ ನಾನು യേശുവിനെ ഞാൻ അറിഞ്ഞ് യേശു പൂർണ്ണമായ വിടുതലേക്ക് തന്തൈ ആ ദൈവത്തിന് ഇതുവരെയും ഞാൻ മറപ്പ് കാണി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി തന്നെ ഞാൻ ഇതുവരേക്കും ദൈവത്തിനെ ഞാൻ അറിഞ്ഞ് ഞാനും എൻ്റെ മക്കളും എന്നെ ദൈവത്തിനെ മറക്കട ഇതുവരെയും എന്നെ ദൈവത്തിൻ്റെ യേശുവിനെ മറക്കട ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചിട്ടുള്ളൂ എല്ലാവരും എന്നെ കുറേ ദിവസത്തെ ബ്ലെസ്സിങ് ടുഡേ ഞാൻ പരിപാടി കണ്ടുള്ളത് കാണിച്ചവരെല്ലാവരും ബ്ലെസ്സിങ് ടുഡേ പരിപാടി കാണണം അടുത്തുള്ളവരും കൂടെ വരും എല്ലാ ആൻറ്റിമാരും ബ്ലെസ്സിങ് ടുഡേ പരിപാടി കാണണം ആ പ്രോഗ്രാമിൽ പങ്കുചേരണം ശുശ്രൂഷയിൽ പങ്കുചേർന്നു ആ നല്ല വിടത്തിൽ പ്രായമുള്ളെങ്കിൽ എല്ലാവരെയും സഹായിക്കട്ടെ. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പലർ കൂടി ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് UK നിന്നുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൾ ആര്യൻ്റെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ. ദൈവമേ, ആ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവരുടെ മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിനോയ് ഏബ്രഹാം തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തനിക്ക് ഒരു നല്ല റിസൾട്ട് തൻ്റെ ബിടെക്കിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വളരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവ്, അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു വെൽവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തൻ്റെ മുടി പൊഴിയുന്ന അസുഖത്തിൽ നിന്ന് തന്നെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ. അതുപോലെ ജോലിയിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൽഹിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മദ്യപാനത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ തൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സെക്കൻഡറാബാദിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ പ്രോപ്പർട്ടിയുടെ സെയിൽ നടക്കട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. അതുപോലെ കന്യാകുമാരിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ കർത്താവെ, ആയുസ് ഉണ്ടാകട്ടെ ദൈവമേ. അപ്പോൾ തന്നെ ഇയർ ഇംബാലൻസിൽ നിന്നും ഷോൾഡർ പെയിനിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്ത് നിന്ന് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് ജസ്റ്റിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ തൻ്റെ വയറിൽ വളരുന്ന ആ ഗ്രോത്ത് കർത്താവെ പൂർണ്ണമായും അങ്ങ് എടുത്തു മാറ്റണമേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാട്ടാക്കടയിൽ നിന്നുള്ള ബ്രദർ വിൻസെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ ഡയബറ്റീസിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇനി അതൊരിക്കലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പടരാതിരിക്കുവാനായി യേശുവിൻ നാമത്തിൽ തടഞ്ഞു പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്പോൺസേഴ്സിനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ എല്ലാ സ്പോൺസേഴ്സിനോടും ബ്ലെസ്സിങ് ടുഡേയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് മേരി സരോജം എന്നാണ്. തൻ്റെ ഭർത്താവിനും തൻ്റെ മകൻ്റെ ജീവിതത്തിലും യേശു കർത്താവ് സൗഖ്യം കൊടുത്ത സാക്ഷ്യമാണ്. ഈ നാട്ടുകാരിയാണോ? ആറ്റിങ്ങൽ സ്വദേശി? അതെ. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ ഹസ്ബൻഡിന് മഞ്ഞപ്പിത്തം പിടിച്ചു. നല്ലൊരു മദ്യപാനത്തിൻ്റെ ഒരു ദുശീല സ്വഭാവം ഉണ്ടായിരുന്നു. ഈ 5 മാസമായിട്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖം പിടിച്ചിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ, അത് കൂടി. പക്ഷേ എൻ്റെ കയ്യിൽ ഏറ്റവും ആദ്യത്തെ റിസൾട്ട് ഉണ്ട് ചെക്ക് ചെയ്തതിൻ്റെ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗം കൂടുവാനുള്ള സീറം ഗ്ലോബലിൻ്റെ അളവ് ബ്ലഡിലുള്ളത് അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ 40 വേണ്ടത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ റിപ്പോർട്ടിൽ കിട്ടിയിരിക്കുന്ന 2860 40 വേണ്ട സ്ഥലത്ത് 2860 കൂടി. അതുപോലെ തന്നെ SGPT അത് വേണ്ടത് 40 പക്ഷേ 3450 അത്രയും ഉയർന്ന നിലയിലായിരുന്നു. ഈ സിസ്റ്റർ ചെയ്ത് ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ നമ്മുടെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടായിരുന്നു. അതിൻ്റെ 1ാമത്തെ പേജിൽ ഇങ്ങനെ എഴുതി വെച്ച്, പ്രൈസ് ദ ലോർഡ്,
അത് 13/1/2010 ആദ്യത്തെ ചെക്കപ്പിന് പോകുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മഞ്ഞനോവ് എന്ന രോഗം ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആകെ തളർന്ന അവസ്ഥയിലായിരിക്കുന്നു. എന്നെയും കുടുംബത്തെയും അനാഥരാക്കൽ എന്ന് പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞ് ഈ മൈ പ്രൈഡറിൽ എഴുതി വെച്ചു. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന സ്ഥലത്താണ് എഴുതിയത്. അതെ, ഏറ്റവും പുറകിലെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന സ്ഥലത്ത്. അത് എഴുതിയതിനു ശേഷം അവിടെ പോയി. ഒന്നാമത്തെ ചെക്കപ്പിൽ അത്രയും ആയിരുന്നപ്പോൾ രണ്ടാമത്തേതിലേക്ക് വന്നപ്പോൾ അവിടെ കാണുന്നത് 235, 2800 ചില്ലാനത്തിൽ നിന്നും 235 3600 ചില്ലാനത്തിൽ നിന്നും അത് 865 മാറി. അങ്ങനെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വന്നപ്പോൾ ഇതിൽ വ്യക്തമായി കാണിക്കുന്നു ആ അളവ് SGOT അതിന്റെ അളവ് ഇത്ര ഉയർന്ന നിലയിൽ നിന്നും അത് 49 മാറി. 49 നോർമൽ സ്റ്റേജിലേക്ക് വന്നു. അടുത്തത് SGPT അത് 60 മാറി. ഗ്രേറ്റ്. ഇത് മാത്രമല്ല, തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന സ്വഭാവവും താൻ നിർത്തി. മദ്യപാനം ഉപേക്ഷിച്ചു. ഇത് മാത്രമല്ല, തൻ്റെ മകൻ്റെ മൂത്രം ഒഴിക്കുമ്പോൾ റെഡ് കളറിലാണ് പോയിക്കൊണ്ടിരുന്നത്. മകൻ വന്നിട്ടില്ല റെഡ് കളറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പേജിൽ എൻ്റെ മകൻ്റെ മൂത്രം ബ്ലഡിൻ്റെ നിറത്തിൽ കാണുന്നു. ബ്ലഡ് പരിശോധിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചു. കർത്താവ് ചെയ്ത അത്ഭുതം, അവിടെ ചെന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു നോർമൽ റിപ്പോർട്ട് സ്വർഗത്തിലെ നമ്മുടെ സൗഖ്യദായകനായ യേശു കർത്താവ് കൊടുത്തു. ബൈബിൾ പറയുന്നത് അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഈ കുടുംബത്തോട് ചേർന്ന് വിശ്വസിക്കുന്നു. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിവിധ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. അതേ യേശു എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും പ്രവർത്തിക്കുവാൻ ശക്തൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ സാക്ഷ്യം കാണുന്ന ഈ സമയത്ത് തന്നെ രോഗികൾ അത്ഭുതകരമായ സൗഖ്യമാകട്ടെ. ലോകത്തിലെവിടെയാണെങ്കിലും അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിളിൽ സുവിശേഷങ്ങൾ 4 ഉണ്ട്. ഈ 4ലും നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് ചിലർ ഓടി വന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ചില സമയത്ത് വലിയ ജനക്കൂട്ടമാണ്. ആ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും ഒരു വ്യക്തി ഉറക്കെ കരയുകയാണ്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. കാരണം ആ മനുഷ്യൻ കുരുടനായിരുന്നു. ബർത്തിമായി എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. യേശു ചെയ്തത്, ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ യേശു അവിടെ നിന്ന് ആ വ്യക്തിയെ ഉടൻ തന്നെ സൗഖ്യമാക്കി. എന്നാൽ ഓർക്കുക, ആ വ്യക്തി ഒരുപക്ഷെ 20, 30, 40, 50 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു കാണും. പക്ഷേ ആ വിടുതൽ താൽക്കാലികമാണ്. എന്ന് വെച്ചാൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിടുതൽ അല്ലെങ്കിൽ അനുഗ്രഹമാണ്. ചില വ്യക്തികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർ കുഷ്ഠരോഗികളായിരുന്നു. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അറപ്പുള്ള, മനുഷ്യരടുപ്പിക്കാത്ത കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു എല്ലാവരെയും സൗഖ്യമാക്കി. ഭൂതങ്ങൾ ബാധിച്ചവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ സ്വതന്ത്രരാക്കി. അങ്ങനെ താൽക്കാലികമായ ആവശ്യങ്ങളോടുകൂടെ യേശുവിനെ സമീപിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ മറ്റു ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആവശ്യങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി അവർ ആഗ്രഹിച്ചത് യേശുവിനോടുകൂടെ കൂടിയാൽ, യേശുവിനെ അനുഗമിച്ചാൽ മരണശേഷവും നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ വേണം. എന്ന് വെച്ചാൽ മരിച്ച ശേഷം അവരുടെ ആത്മാവ് നിത്യജീവൻ സ്വീകരിക്കണം. അതുകൊണ്ട് പെർമനൻ്റായ, ഇറ്റേണലായ, നിത്യമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും പലരും യേശുവിൻ്റെ അടുക്കൽ വന്നു. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഉറക്കെ ഹാലലൂയ പറയാമോ? കുറച്ചുകൂടെ ഉച്ചത്തിൽ ഹാലലൂയ പറയാമോ? കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് ഹാലലൂയ പറയാമോ? കൂടുതൽ ശക്തിയോടെ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശു ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു
ചുങ്കം പിരിക്കുന്ന ടാക്സ് കളക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തെത്തി. ടാക്സ് കളക്ടേഴ്സ് ബൂത്ത്. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു ടാക്സ് പിരിക്കാൻ, ചുങ്കം പിരിക്കാൻ വേണ്ടി. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റോഡ് ടാക്സ് പിടിക്കുന്ന RT ഓഫീസിൽ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ യേശു ആ വഴി പോവുകയാണ്. ആ മനുഷ്യൻ്റെ പേര് മത്തായി, ലേവി എന്നും പേര് വിളിക്കാറുണ്ട്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ യേശു ആ വ്യക്തിയോട് പറഞ്ഞു, ഇംഗ്ലീഷിലാണെങ്കിൽ 2 വാക്കുകൾ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഇത് മാത്രമേ യേശു പറഞ്ഞുള്ളൂ. ഉടൻ തന്നെ നമ്മളവിടെ കാണുന്നത് ഈ വ്യക്തി തൻ്റെ കണക്കുകളെല്ലാം സെറ്റിൽ ചെയ്തു, ക്ലോസ് ചെയ്തിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഹല്ലേലൂയ. യേശുവിനെ താൻ അനുഗമിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് തൻ്റെ പിന്നാലെ താൻ ബാക്കിയുള്ള ജീവിതം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ ശിഷ്യനായി തീർന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? മറ്റു ചിലർ അങ്ങനെയല്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, ഉദാഹരണത്തിന് യേശുവിൻ്റെ അടുക്കൽ ഭൂതം ബാധിച്ച ഒരാളെ കൊണ്ടുവന്നു, അവിടെ വെച്ച് ഭൂതം വിട്ടുപോയി, അതിനുശേഷം തിരികെ പോയി സ്വസ്ഥമായി കുടുംബജീവിതം നയിച്ചു. മറ്റു ചിലർ പലവിധ രോഗികളെ കൊണ്ടുവന്നു, അവർ രോഗം സൗഖ്യമായ ശേഷം സാധാരണ ഒരു ജീവിതം തിരികെ പോയി അവരുടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ അവർ ജീവിച്ചു. എന്നാൽ മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ യേശുവിനെ അനുഗമിച്ചു. എനിക്ക് നിങ്ങളുള്ള ചോദ്യം ഇതാണ്. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നു, തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ദൈവത്തിന് അറിയാം. ബാങ്കിലുള്ള ലോൺ നമ്മൾ യേശുവിനോട് പറഞ്ഞിട്ട് വേണോ? അല്ലാതെ തന്നെ യേശുവിനറിയാം ഈ വ്യക്തിക്ക് ഇത്ര കടബാധ്യതയുണ്ട്, ഈ വ്യക്തിക്ക് നമ്മൾ പോലും അറിയാത്ത ആന്തരാവയവങ്ങളിലെ തകരാറുകൾ യേശുവിനറിയാം. കാരണം യേശു എല്ലാം അറിയുന്നവനാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുമ്പോൾ അത് കണ്ട് പ്രാർത്ഥന കേട്ട് കർത്താവ് നമുക്ക് വിടുതൽ തരും. എന്നാൽ യേശു നോക്കുന്നത് ആ വിടുതൽ കിട്ടിയ ശേഷം, അനുഗ്രഹം ലഭിച്ച ശേഷം, ആ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം എത്ര പേർ അവരുടെ ഹൃദയം എനിക്ക് തരും, എത്ര പേർ എൻ്റെ പിന്നാലെ എന്നെ സ്നേഹിച്ച് ബാക്കിയുള്ള ജീവിതം കൂടെ യേശുവിനോട് ചേർന്ന് ജീവിക്കും, യേശുവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കും. ഇതാണ് യേശു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില സമയത്ത് ചിലരെ കർത്താവ് വ്യക്തിപരമായി വിളിക്കും. നമ്മളിവിടെ കാണുന്നത് മത്തായി അല്ലെങ്കിൽ ലേവി എന്നറിയപ്പെടുന്ന ആ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയെ യേശു വന്ന് വിളിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, പക്ഷെ വിശ്വസിച്ചാലും ഇല്ലേലും യാഥാർത്ഥ്യം ഞാൻ പറയാം. ഇവിടെ ഈ മുൻനിര മുതൽ 2ാമത്തെ നിര, 3ാമത്തേത്, 4ാമത്തേത്, 5ാമത്തേത് തുടങ്ങി എത്ര നിരയുണ്ടോ ഏറ്റവും പുറകിൽ ചിലർ നിൽക്കുന്നുണ്ട്. അവിടെ വരെ ഉള്ള എല്ലാവരെയും കർത്താവ് വ്യക്തിപരമായി വിളിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചുമ്മാ പരസ്യം കണ്ട് വന്നവരല്ല. അതിനൊരു മുഖാന്തരമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ച് ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ദശലക്ഷങ്ങൾ നാട്ടിലുണ്ട്, സിറ്റിയിലുണ്ട്. പക്ഷെ നിങ്ങളിവിടെ എത്തി. എങ്ങനെ എത്തി? യേശു നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടു, നിങ്ങൾ തീരുമാനിച്ചു ഞാൻ പോകും, ഞാൻ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കും, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും. അത് തീരുമാനിച്ചതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നു. ഒരു കയ്യടി കൂടെ അടിക്കാമോ? ഈ കയ്യടി യേശുവിനല്ല, നിങ്ങൾക്ക് തന്നെയാണ്. എന്തിനാണെന്നറിയാമോ? യേശുവിൻ്റെ വിളി കേട്ടതിന് അഭിനന്ദനങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ ഇനി ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളെപ്പോലെ തന്നെ റേഡിയോയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ട് പോയവനാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ്. യേശു വന്ന് നേരിട്ട് ഇടിവെട്ടിൻ്റെ ശബ്ദത്തിൽ, ഡാമിയൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, അങ്ങനെ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ യേശു എന്നെ വിളിച്ചു എന്നെനിക്കറിയാം. അതിന് പല മുഖാന്തരങ്ങളെയും ദൈവം ഉപയോഗിക്കും. പക്ഷെ വിളി യേശുവിൻ്റെതാണ്.
ചിലപ്പോൾ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം നിങ്ങളെ വിളിക്കുന്നത്, ആറ്റിങ്ങിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പോകാം. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അനൗൺസ്മെൻ്റ് കേട്ടപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് പോകണം, ഉള്ളിലൊരു തോന്നൽ. അത് വന്നത് പിശാചിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നല്ല, യേശുവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ് ആ വിളി വന്നത്. മത്തായി എന്ന ഈ മനുഷ്യൻ യേശു വിളിച്ചപ്പോൾ വിളി കേട്ടു. വിളി കേട്ട് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഫോളോ മീ ജീസസ് ടോൾഡ് ഹിം ആൻഡ് മാത്യു ഗോട്ട് അപ്പ് ആൻഡ് ഫോളോഡ് ഹിം. വേറൊന്നും ചിന്തിച്ചില്ല, ഉടൻ തന്നെ തീരുമാനിച്ചു ഞാൻ യേശുവിനെ അനുഗമിക്കും. ഇപ്പം ഇവിടെ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ വചനം ശുശ്രൂഷിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ യേശുവിനായി ജീവിക്കണം. ഉടൻ തന്നെ ഒരു പണി ചെയ്യാം, യേശുവിനെ അനുഗമിക്കുക. വലിയൊരു കാര്യമല്ലേ. ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി ഒരു കുടുംബയോഗം നടത്തി അവരോട് ചോദിക്കാം, ഞാൻ യേശുവിനെ അനുഗമിച്ചോട്ടെ, എന്നിട്ട് അവരെല്ലാവരും പെർമിഷൻ തരുവാണെങ്കിൽ ഞാൻ അനുഗമിക്കാം. മത്തായി അങ്ങനെയല്ല ചെയ്തത്. ഈ മനുഷ്യൻ ചെയ്തത്, യേശു വിളിച്ചു, അവനേക്കാൾ ഉന്നതനായ ഒരു അധികാരി വേറെ ഇല്ല. അതുകൊണ്ട് ഉടൻ തന്നെ കണക്ക് ക്ലോസ് ചെയ്ത് യേശുവിൻ്റെ പിന്നാലെ പോയി. എത്ര പേർക്ക് ഇന്ന് ധൈര്യമുണ്ട് ഇന്നൊരു തീരുമാനമെടുക്കാൻ? ആരോടും ചോദിച്ചിട്ടല്ല. എൻ്റെ ജീവിതം ഇനിയുള്ള നാളുകൾ യേശുവിന് വേണ്ടിയായിരിക്കും. കാരണം ആ യേശുവാണ് എന്നെ സ്നേഹിച്ച് ഇങ്ങോട്ട് വന്ന് എൻ്റെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവൻ തന്നത്. ഇതിനേക്കാൾ വലിയ സ്നേഹം ഈ ദുനിയാവിൽ എവിടെ കിട്ടാനാ? അതുകൊണ്ട് ഞാൻ യേശുവിനായി എൻ്റെ ഹൃദയവും എൻ്റെ സമയവും എൻ്റെ ഭാവിയും നൽകുന്നു. പോരാ പോരാ പോരാ. Hallelujah. I feel Jesus in this place. ഇവിടെ യേശുവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്, ഈ ഹോളിലുണ്ട്. Hallelujah. യേശു മത്തായിയെ വിളിച്ച രംഗമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അത് കൂടാതെ യേശു പലരെയും വിളിച്ചു. ചിലരെ വിളിച്ചത് അവരുടെ ജോലി സ്ഥലത്തേക്ക് ചെന്നിട്ട്, എന്ന് വെച്ചാൽ അവർ ചിലർ മുക്കുവന്മാരായിരുന്നു. ഉദാഹരണത്തിന് പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ, അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ, യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ, യാക്കോബ് എന്ന് പറയുന്ന ശിഷ്യൻ. ഇവരെല്ലാം ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു. ഫിഷിംഗ് ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു. യേശു അവരെ വിളിച്ചു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ചെന്നിട്ടാണ് പറയുന്നത്, എൻ്റെ പുറകെ പോര്. അവർ ചെയ്തത് അതെല്ലാം അവിടെ നിർത്തിയിട്ട് യേശുവിൻ്റെ പിന്നാലെ അവരും തിരിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മളെ വിളിക്കുന്നത് വിവിധ സാഹചര്യങ്ങളിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചിലരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് യേശു ചെന്ന് വിളിച്ചു. ചിലരെ മീൻപിടുത്ത ബിസിനസ്, മത്സ്യബന്ധന തൊഴിലാളികളായിരുന്ന ചിലരെ അവിടെ ചെന്ന് വിളിച്ചു. ഇനി യേശുവിൻ്റെ ശിഷ്യന്മാരിൽ മറ്റു ചിലർ രാഷ്ട്രീയക്കാരായിരുന്നു. അന്നത്തെ കാലത്ത് എരിവുകാർ, സെലട്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരല്പം തീവ്രവാദികളായിരുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്ന് വന്ന ആളുകൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീരുന്നു. അവരെ ചെന്ന്, പൊളിറ്റീഷ്യൻസ് ആയിരുന്നവരെ യേശു വിളിച്ചു. ഇവിടെ നോക്ക്, ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ളവർക്കും യേശുവിൻ്റെ വിളി വരുന്നുണ്ട്. ആരെയും യേശു പ്രൊഫഷൻ അനുസരിച്ച് മാറ്റി നിർത്തുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷകരുടെ ഒരു ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ബ്ലെസ്സിങ് ടുഡേ ടീമുണ്ട്. ഇവിടെ ബാഡ്ജൊക്കെ ഇട്ടുകൊണ്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്ന്, കാട്ടാക്കട ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്ന്, നെയ്യാറ്റിങ്കരയിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ, ആറ്റിങ്കര ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നൊക്കെ ഉള്ളവർ ഇതിനകത്തുണ്ട്. അവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നോക്ക്, ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല ജോലി യേശുവിൻ്റെ ജോലിയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എനിക്ക് വേറെ ജോലി കിട്ടാത്തത് കൊണ്ട് എന്നാൽ പിന്നെ ഒരു പണി ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് പോവാം എന്ന് വിചാരിച്ച് പോയവനല്ല ഞാൻ. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു നല്ല സ്ഥാപനത്തിൽ നല്ലൊരു ജോലി എനിക്കുണ്ടായിരുന്നു. അത് രാജിവെച്ചിട്ട്, സമയം കിട്ടാത്തതുകൊണ്ട്, ജോലിക്ക് പോകാൻ സമയമില്ലാതെ വന്നപ്പോൾ അത് രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയവനാണ് ഞാൻ. അല്ലാതെ കുറേ സ്ഥലത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് PSC ടെസ്റ്റും എഴുതി. ഇന്നുവരെ ഞാൻ PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല.
എല്ലായിടത്തുമൊക്കെ പോയി ഒരു ഗതിയില്ലാതെ വന്ന് എന്നാൽ പിന്നെ ഒരു പണി ചെയ്യുക, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെങ്ങാലും പോകാം. അങ്ങനെ പോയവനല്ല ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. യേശുവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഈ ഭൂപ്പരപ്പിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മനസ്സിലായി അഭിമാനത്തോടെ ഇറങ്ങുമ്പോഴാണ് അതിനൊരു മഹത്വമുള്ളത്. ഒരുമിച്ച് ചേർന്ന് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലഭിച്ചു എന്ന് കരുതിക്കൊണ്ട് തന്നെ, ലഭിച്ചു കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് തന്നെ ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ രോഗം ഏതാണെങ്കിലും, നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എത്ര നീണ്ടതാണെങ്കിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ ഒരു നിമിഷം മതി, ഒരൊറ്റ നിമിഷം. ഈ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് ഇന്ന് ചെയ്തിരിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ വിശ്വാസം ഇവരുടെ അകത്ത് വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കനാന്യ സ്ത്രീയുടെ മേൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം ഇപ്പോൾ തന്നെ ഇവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവളെപ്പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് കർത്താവെ. മക്കളുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത്, സെമസ്റ്ററുകൾ ലഭിക്കാതെ പോയത്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലുള്ള തകർച്ച നിമിത്തമായിട്ട് സങ്കടത്തോടെ കരയുന്ന ചില മാതാപിതാക്കളെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ മക്കൾക്ക് വേണ്ടി ശുഭകരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസയുടെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. വിസ പ്രോബ്ലം നിങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള പലർക്കും ലഭിച്ചു, പക്ഷെ നിങ്ങൾക്കൊരു പക്ഷേ ലഭിച്ചു കാണില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ഏത് രോഗമാണെങ്കിലും രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ ഇടത്തെ കൈ എടുത്തു വെച്ചാലും, നിങ്ങളുടെ വലത്തെ കൈ സ്ക്രീനിൽ നേരെ നീട്ടാൻ തുടങ്ങിയാലും, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ രോഗങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിലും അത് സൗഖ്യമാകുന്നു. അത് സാധാരണ നിലയിലേക്ക് ആയിത്തീരുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ചില പ്രത്യേക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി ഇപ്പോൾ സൗഖ്യമാവുകയാണ്. താങ്ക് യു ജീസസ്. ലീലാമ്മ എന്ന് പറയുന്നൊരു പേരെന്നെ കാണിക്കുന്നു. അലർജി ഈ സമയത്ത് വിട്ട് മാറുകയാണ്. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ സ്പോർട്സിൽ നിൽക്കുന്ന ആരൊക്കെയോ കർത്താവിനെ കാണിക്കുന്നു. പക്ഷേ ഈ നാളുകളിൽ സ്പോർട്സിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ചില അസുഖങ്ങൾ ഉള്ള ചിലരെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരം ചില വ്യക്തികൾ ഈ സമയം സൗഖ്യം ആവുകയാണ്. താങ്ക് യു ലോർഡ്. ജോലി സംബന്ധമായിട്ട് ഒത്തിരി വട്ടം പലയിടത്തും നിങ്ങൾ കയറി ഇറങ്ങി നിങ്ങൾക്ക് ലഭിക്കേണ്ട, ന്യായമായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയാണ്, അതിൻ്റെ ഓർഡർ ഒരു ഭാഗത്തുണ്ടെങ്കിലും ജോലിയിൽ നിങ്ങൾക്ക് ആ സീറ്റിൽ പോയി ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, അതൊരു പക്ഷേ ഒരു ഗവൺമെൻറ് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലുള്ളൊരു ജോലിയായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിഷയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനായി തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ നടക്കാൻ തുടങ്ങുക. വടി ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആ വടി ഉപേക്ഷിച്ച് നടക്കാവുന്ന തരത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആംപിറ്റിനകത്ത്, കൈക്കകത്തായിട്ട് മുഴയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യം ആവുകയാണ്. ത്വക്കിലേക്ക് കറുപ്പ് നിറം പടരുന്ന ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ രോഗികളുടെ മേലും രോഗസൗഖ്യത്തെ ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു.
കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ്റെ നാമം അങ്ങ് ഉയർത്തിയതിനായി നന്ദി പറയുന്നു. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം ഉയരട്ടെ പിതാവേ. താങ്ക് യു ലോർഡ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. I'm going to give you 10 instructions for all single moms and single dads. ഭർത്താവിന്റെയോ ഭാര്യയുടെ അഭാവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കുള്ള 10 നിർദ്ദേശങ്ങൾ ഞാൻ നൽകാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സത്യത്താൽ സാക്ഷ്യം ലഭിച്ച വ്യക്തി. ഹു ഈസ് വെൽ സ്പോക്കൺ ഓഫ് ബൈ എവ്രി വൺ ആൻഡ് ഈവൻ ബൈ ദ ട്രൂത്ത്? ഓപ്ഷൻസ്: എ ഗായോസ്, ബി കയീൻ, സി യോഹന്നാൻ, ഡി ദെമേത്രിയോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.